എന്തിലാണ് നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത്? എന്ത് ഗൈഡൻസ്? ഓക്കെ, എന്ത് ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു ജംബോ കാർഡ്സ് കൂടി കിട്ടിയിട്ടുണ്ട്. സോ യെസ്, നിങ്ങൾ വളരെ പവർഫുൾ എനർജിയിലാണ് കറണ്ട് സിറ്റുവേഷനിലുള്ളത്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും, അതിൻ്റെ നല്ല നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ വൈബിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നിങ്ങളൊരു ഒരു യാത്ര പുറപ്പെടേണ്ട ഒരു സമയമാണ്. ഒരു പക്ഷെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് പോകേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ കുറച്ചൊന്ന് അകന്ന് നിൽക്കാം. അത് നിങ്ങളുടെ കരിയറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം, അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പേഴ്സണായിട്ട് കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്ന ഒരു എനർജി അവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കരിയറിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ പരിഗണന കൂടി ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ പേഴ്സണ് കൊടുക്കണം എന്നാണ് കാണുന്നത്. അതുപോലെ ഈ ചില പേഴ്സൺസിന് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്ന ഒരു ഗൈഡൻസ് ആണത്. ചില വ്യക്തികൾക്ക് ഒരു ചോയ്സ് നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആരെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് എനർജിയാണ് ഞാൻ അട്രാക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഓക്കെ അങ്ങനെ ഒരു ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, വൈബ്രേഷനൊക്കെ ഓക്കെയാണ്, പക്ഷെ അവിടെ ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയാ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. സോ നമുക്കറിയാലോ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ആയി കഴിയുമ്പോൾ അവിടെ അല്ലെ അതൊരു നല്ല എനർജിയായി മാറില്ല. സോ അതിലൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഒരാളെ ചൂസ് ചെയ്യൂ എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമിൽ രണ്ടുപേരോടും നോ പറയാതെ ആ ഒരു എനർജി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിലൊരു ഡിസിഷൻ എടുക്കുക, അല്ല ഒരാളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഗൈഡൻസ്. ഓക്കെ, ഒരു കാർഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. സോ എനിവേ അങ്ങനെ ഉള്ളവർ മാത്രം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയിലുള്ളവർ മാത്രം അതിലൊന്ന് കരുതിയിരിക്കുക, അതൊന്ന് മനസ്സിലാക്കി ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു എനർജിയിലേക്ക് അത് കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടി